തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ വീട്ടിനുള്ളിൽ സുരക്ഷിതമായി ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അഴൂർ സ്വദേശിയായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദീക്ഷിതാണ് മരിച്ചത്. കുട്ടിയെ ഉടൻ തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് കൃത്യമായ ചികിത്സയോ പരിഗണനയോ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. വിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടും രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള കാരണത്താൽ ആന്റിവെനം നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പിതാവിന്റെ പരാതി. ഈ ദാരുണ സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ DMO റിപ്പോർട്ട് തേടിയതോടെ വിഷയം അതീവ ഗൗരവകരമായിരിക്കുകയാണ്. ചിറയൻകീഴ് അഴൂർ സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദീക്ഷൻ കഴിഞ്ഞ ദിവസം വെളുപ്പിന് 4 മണിയോടെയാണ് പാമ്പുകടിയേറ്റ വിവരം അറിയുന്നത്. തന്റെ കാലിലൂടെ എന്തോ ഇഴഞ്ഞു പോകുന്നതായും വേദന അനുഭവപ്പെടുന്നതായും കുട്ടി ഉടൻ തന്നെ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. അപകടം മണത്ത രക്ഷിതാക്കൾ ഒട്ടും വൈകാതെ തന്നെ കുട്ടിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം നടത്തിയ വിശദമായ തെരച്ചിലിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തുകയും അതിനെ പിടികൂടുകയും ചെയ്തു. ഇതോടെയാണ് കുട്ടിക്ക് കടിയേറ്റത് പാമ്പിൽ നിന്നാണെന്ന് വീട്ടുകാർക്ക് പൂർണ്ണ ബോധ്യം വന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുട്ടിക്ക് വിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആന്റിവെനം നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്നും രക്തപരിശോധനയിൽ പാമ്പുകടി വ്യക്തമല്ലെന്ന് പറഞ്ഞ് സമയം പാഴാക്കിയെന്നുമാണ് കുടുംബത്തിന്റെ പ്രധാന പരാതി. കുട്ടിയുടെ മരണത്തിൽ ചികിത്സാ പിഴവുണ്ടായെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടുള്ള വിശദീകരണമാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് നൽകിയിരിക്കുന്നത്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ രക്തപരിശോധന നടത്തിയിരുന്നു. എന്നാൽ ആ പരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രധാന വാദം. ആശുപത്രിയിൽ പാമ്പൂഷ്യത്തിനുള്ള മരുന്നായ ആന്റിവെനം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. എന്നാൽ രക്തപരിശോധനയിൽ വ്യക്തമായ തെളിവ് ലഭിക്കാത്തതിനാലാണ് ഇത് നൽകാതിരുന്നത്. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും കുട്ടിയുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വേണ്ട പരിഗണന ലഭിച്ചില്ലെന്ന പിതാവിന്റെ പരാതിയിൽ DMO റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയതെന്നുമാണ് ആശുപത്രിയുടെ നിലപാട്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൃത്യസമയത്ത് ശരിയായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മകൻ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നാണ് ദീക്ഷന്റെ മാതാപിതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കുട്ടിയുടെ പാമ്പുകടി ഏറ്റതിന് വ്യക്തമായ ശാരീരിക ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് രക്ഷിതാക്കൾ ആവർത്തിക്കുന്നു. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്തപരിശോധനയിൽ പാമ്പുകടി സ്ഥിരീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ സമയം പാഴാക്കിയെന്നാണ് പിതാവ് ദിലീപിന്റെ പരാതി. പാമ്പ് കടിച്ചുവെന്ന് ഉറപ്പായ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ആന്റിവെനം നൽകാൻ വൈകിയതാണ് മരണത്തിന് കാരണമായതെന്ന് കുടുംബം ആരോപിക്കുന്നു. വൈകാരികമായി തകർന്നു നിന്ന തങ്ങളോട് ആശുപത്രി ജീവനക്കാർ മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും കുട്ടിയുടെ അവസ്ഥയുടെ ഗൗരവം ഉൾക്കൊണ്ട് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും പരാതിയിൽ പറയുന്നു. മരുന്നും സൗകര്യങ്ങളും ഉണ്ടായിട്ടും വിലപ്പെട്ട സമയം പാഴാക്കിയ ശേഷം അവസാന നിമിഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതെന്നാണ് അച്ഛൻ DMOയ്ക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി മാറിയിരുന്നു. അഴൂർ സ്വദേശി ദീക്ഷന്റെ മരണം കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കും പൊതുസമൂഹത്തിനും ഗൗരവകരമായ ചില ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. ചികിത്സയിൽ വീഴ്ചയുണ്ടായെന്ന പിതാവിന്റെ പരാതിയിൽ DMO ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് സമർപ്പിച്ച വിശദീകരണത്തിൽ തങ്ങളുടെ ഭാഗത്ത് പിഴവില്ലെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ സത്യാവസ്ഥ പുറത്തുവരൂ. പാമ്പുകടിയേറ്റൽ ആദ്യത്തെ 1 മണിക്കൂർ അതീവ നിർണായകരമാണ്. ആ സമയത്ത് രക്തപരിശോധന ഫലത്തിൽ കാത്തു നിൽക്കാതെ ലക്ഷണങ്ങൾ കണ്ട് ചികിത്സ തുടങ്ങേണ്ടതിന്റെ ആവശ്യകത ഈ സാഹചര്യം വീണ്ടും അടിവരയിടുന്നു. താലൂക്ക് ആശുപത്രിയിൽ ആന്റിവെനം ഉണ്ടായിട്ടും അത് നൽകാൻ വൈകിയത് മരണത്തിന് കാരണമായോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. വേനൽക്കാലത്ത് പാമ്പുകളുടെ സാന്നിധ്യം വീടുകളിലുള്ളിൽ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ സമാനമായ സാഹചര്യങ്ങളിൽ സമയം പാഴാക്കാതെ ആന്റിവെനം ലഭ്യമായ വലിയ ആശുപത്രികളിൽ എത്തിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യസമയത്തുള്ള ഇടപെടലും രക്ഷിതാക്കളുടെ ജാഗ്രതയും ഒരുപോലെ ചേർന്നാൽ മാത്രമേ ഇത്തരം ദാരുണമായ അന്ത്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ. ഈ കേസിൽ കുറ്റകരമായ അനാസ്ഥ തെളിയിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.